ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്ന് ചീരത്തണ്ട് വെച്ചിട്ടൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതുകൊണ്ട് എല്ലാവരും കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 3 പച്ചമുളകും നീളത്തിലൊന്ന് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ടൊരു 3 വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 3 വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒറ്റ വിസിലും കൂടെ ഈ ഒരു തണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം തന്നെ മതി. ഇനി വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം തണ്ടിലും വെള്ളം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ പരിപ്പ് വേവിച്ചതിലും കുറച്ച് വെള്ളം കൂടെ ഉള്ളത് കൊണ്ടിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വിസില് കേൾപ്പിക്കാം. ഒറ്റ വിസില്. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയും ഒരു 5 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ആയിട്ടുണ്ട്. നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കറിച്ചട്ടിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട്. ചീരത്തണ്ടും പരിപ്പും എല്ലാം നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമുക്കറിയാൻ പറ്റൂലല്ലോ ഇങ്ങനെ കറിയുടെ ആ ചൂട് ഇതൊന്നും കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതേപോലെ കണ്ടോ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1/2 സ്പൂണ് കടുകും കൂടി ഇട്ടെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു അല്പം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. ഉണക്കമുളകും കടുകും കൂടെ താളിച്ച് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.